തൃശ്ശൂരിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉയർന്ന ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്ന് വെച്ചുകഴിഞ്ഞാൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈ കഴക ജോലിക്ക് എന്ന് വെച്ചാൽ പൂജാരിമാരുടെ അസിസ്റ്റൻ്റ് ജോലിയാണ് ഈ കഴക ജോലി. ഈ കഴക ജോലിയിലേക്ക് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റിലൂടെ തിരഞ്ഞെടുത്ത യുവാവ് ബാലു ഈഴവനാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈഴവന്മാർ ഈ ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പോൾ തന്ത്രിമാർ നിഷ്കർഷിച്ചിരിക്കുന്നത്. അപ്പം വാര്യർ സമാജവും അതിന് എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ ഈ തന്ത്രിമാരുടെ എതിർപ്പ് വന്നപ്പോൾ ഇദ്ദേഹത്തെ ഓഫീസ് ജോലികളിലേക്കായി മാറ്റി എന്നുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിനെതിരെ വ്യാപകമായ എതിർപ്പുണ്ടാവുകയും ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് അതിനകത്ത് വലിയ ഇടപെടൽ നടത്തുകയും രാധാകൃഷ്ണൻ MP ഒക്കെ കൃത്യമായ പ്രതികരണം നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇനി തന്ത്രിമാർ അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെങ്കിൽ തന്ത്രിമാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നിപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയം കൂടി സംസാരിക്കുകയാണ് നമ്മൾ. അജിംസ്, ഈഴവന്മാർക്ക് കഴുകപ്പണി ചെയ്യാൻ പറ്റില്ല എന്ന് തന്ത്രിമാർ പറയുന്നു. ദേവസ്വം ബോർഡ് ശരിയാണ്, ഒരു ഈഴവനെ റിക്രൂട്ട്മെൻറ്റ് വഴി അങ്ങോട്ടേക്ക് അയക്കുന്നതും നിയമിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ കൊള്ളാം. പക്ഷേ അത് തന്ത്രിമാരെയും ഈ വാര്യർ സമാജവും ഒക്കെ ബോധ്യപ്പെടണം. അങ്ങനെ ഒരു സിസ്റ്റം തന്നെ മൊത്തമായിട്ട് മാറേണ്ട കാര്യമല്ലേ? ഈ വിവാദമുണ്ടായ കൂടൽമാണിക്യം ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽപ്പെട്ടൊരു സ്ഥലമാണ്. തൃശ്ശൂർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഈ ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ PSCക്ക് വിടണം എന്നാവശ്യപ്പെട്ടത് G. സുധാകരൻ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് BSന്റെ കാലത്താണ്. പക്ഷേ അതിനുവേണ്ടി നടപടികളൊന്നും ഉണ്ടായില്ല. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ തന്നെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. PSCക്ക് വിടാൻ പറ്റുമോ ഇല്ലേ എന്ന് പറഞ്ഞ വലിയ വിവാദങ്ങളായിരുന്നു അന്ന്. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ 2015 ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കി. PSCക്ക് വിട്ടില്ല, പകരം ഒരു ബോർഡ് ഉണ്ടാക്കി, ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. അതിലൊരു 3 അംഗങ്ങളാണുള്ളത്, ഒരു ചെയർമാനും 2 അംഗങ്ങളുമാണുള്ളത്. പിന്നീട് 2016 പിണറായി വിജയൻ സർക്കാർ വരുന്നു. ആ സമയത്ത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. ഇത് 2017 പറയുന്നത് ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പിരിച്ചുവിടണം, ഇതിൽ മൊത്തം അഴിമതിയാണ്, സുതാര്യമല്ല അതിലെ നിയമനങ്ങൾ, പിരിച്ചുവിടണം. പക്ഷേ പിരിച്ചുവിടണം എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അത് പിരിച്ചുവിട്ടില്ല. നമ്മൾ വളരെ നാടകീയമായി ഈ 2017 ഇദ്ദേഹം പറയുന്നു. 2017 തന്നെയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ദേവസ്വം ബോർഡുകളിൽ മുന്നാക്ക സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഒരു നയപ്രഖ്യാപനം നടത്തുന്നു. അപ്പോൾ മുന്നാക്ക സംവരണം എന്ന ആശയം തന്നെ മോദി പിന്നീടാണ് അത് കൊണ്ടുവരുന്നത്. ആശയം തന്നെ രൂപം കൊള്ളുന്നത് കേരളത്തിലാണ്. അപ്പോൾ ദേവസ്വം ബോർഡിൽ മുമ്പ് ചില ജോലികൾക്ക് എല്ലാ ജാതിയിലും പെട്ടവർ പറ്റില്ലായിരുന്നു. പക്ഷേ ഇത് സർക്കാർ നിയമനം കുറേ കൂടി സുതാര്യമാക്കി എല്ലാവരും നിയമിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഈ OBC വിഭാഗങ്ങൾ, ഈഴ വിഭാഗങ്ങളൊക്കെ ദേവസ്വം ജോലികളിലേക്ക് വരുന്നത്. തന്ത്രിമാരായാലും മറ്റ് ശാന്തിമാരായാലൊക്കെ എല്ലാ ജാതിയിലും പെട്ടവർ അതിലേക്ക് വരുന്നത്. അപ്പോൾ സർക്കാർ അങ്ങനെ തീരുമാനിക്കുന്നത്, സർക്കാർ ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കുന്നതല്ല. ഞങ്ങളിതാ ഒരു സാമൂഹിക വിപ്ലവം നടത്താൻ പോകുന്നു, എല്ലാ ജാതിയിലും പെട്ടവരെ ക്ഷേത്രത്തിലെ വിവിധ ജോലികൾ ഏൽപ്പിക്കാൻ പോകുന്നു, അങ്ങനെ മുകളിൽ താഴേക്ക് നടപ്പാക്കിയൊരു തീരുമാനമല്ല അത്. യഥാർത്ഥത്തിൽ ഇത്തരം ജോലികൾക്ക് ആൾ കിട്ടാതെ വരികയും അത് വിവിധ ജാതികളിൽ നിന്ന് വരുന്നവർക്ക് അത് ചെയ്യേണ്ടി വരുന്നൊരു സാമൂഹിക സാഹചര്യം ഉണ്ടായതുകൂടിയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈ 2019 നിയമസഭാ ചോദ്യോത്തരത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സർക്കാരിനോട്. അതായത് ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നിയമനം നടത്തിയവരുടെ ജാതി തിരിച്ചുള്ള കണക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വിവാദമായിട്ടുള്ള കഴകം എന്ന് പറഞ്ഞാൽ ഈ മാല കെട്ടുക, അതുപോലെ ചന്ദനാരകി, അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആളുകളാണ്. അതുൾപ്പെടെയുള്ള പല ജോലികളിലും റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ കൂടുതൽ പേർ നിയമിതരാകുന്നത് OBC വിഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ ഈഴ വിഭാഗത്തിൽ നിന്നൊക്കെ കൂടുതൽ പേര് വരുന്നത്. മുമ്പ് അത് അമ്പലവാസികളായ ചില പ്രത്യേക ജാതികൾ, വാര്യർ, അങ്ങനെയുള്ള ജാതികൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ്. അവിടെ ആര് വരുന്നു? OBC വിഭാഗത്തിൽ ധാരാളം ആളുകൾ വരുന്നു. അതേസമയം മറ്റ് ചില ജോലികളിൽ ജനറൽ കാറ്റഗറിയിൽ കൂടുതൽ പേർ, അതായത് OBC വിഭാഗത്തിനല്ല മറ്റു വിഭാഗത്തിലാണ് കൂടുതൽ ആളുകൾ നിയമിതരാകുന്നത്. അത് വേറൊരു കാര്യം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ നിയമനത്തിന് വിവിധ ജാതികളിൽ നിന്ന്, പട്ടികജാതിക്കാരുൾപ്പെടെ വിവിധ ജാതികളിൽ നിന്ന് ആളുകൾ നിയമിക്കുന്നുണ്ട് ദേവസ്വം ബോർഡിൽ നിന്നുള്ളതാണ്. അതിപ്പോൾ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. ജാതിക്ക് അതീതമായി ദേവസ്വം ജോലികൾ ചെയ്യാൻ വിവിധ ജാതികളിൽ നിന്ന് ആളുകൾ നിയമിക്കപ്പെടുന്നുണ്ട്, അവർ ജോലി ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ഇത് ഒരു യാഥാർത്ഥ്യം, സാമൂഹിക യാഥാർത്ഥ്യമായിരിക്കെ കൂടൽമാണിക്യത്തിലെ തന്ത്രിമാർക്കും വാര്യർമാർക്കും അല്ലെങ്കിൽ പരമ്പരാഗതമായി ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് മാത്രം വിഷമം വരുന്ന വെച്ചാൽ അവരുടെ വ്യക്തിപരമായ പ്രശ്നം മാത്രമാണ്. മറ്റ് ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ക്ഷേത്രം ജോലികൾക്ക് അതിപ്പോൾ ശാന്തിമാരാകട്ടെ, തന്ത്രിമാർ, ഈ പറയുന്ന പൂജാ കർമ്മങ്ങൾ ചെയ്യുന്നവർ ആൾ കിട്ടാനില്ല എന്നുള്ള വലിയ പ്രശ്നമാണ്. ഈ പൂജാവിധികൾ അറിയുന്ന ആളുകൾക്ക് വൻ ഡിമാൻഡുള്ളൊരു കാലഘട്ടമാണത്. വിദേശങ്ങളിൽ ഫ്ലൈറ്റിൽ പോയി പൂജ ചെയ്തിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആളെ കിട്ടാനില്ല. അപ്പോൾ ആളെ കിട്ടാനില്ലാത്തപ്പോൾ ഈ ജോലിക്ക് വിവിധ ജാതികളിൽ നിന്ന് ആളുകൾ തയ്യാറാവുകയും തന്ത്രവിദ്യകൾ പഠിച്ചവരും
പൂജാവിധികൾ പഠിച്ചവരൊക്കെ ഈ ജോലിക്ക് തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് സർക്കാർ ഇങ്ങനെ ഒരു വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടപ്പാക്കുന്നത്. അതിനോട് അസഹിഷ്ണുത കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കാരണവശാലും വെച്ച് കുറിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മുതൽ കെ രാധാകൃഷ്ണൻ എം പി മുതലൊക്കെ അതിരൂക്ഷമായ ഭാഷയിലാണ് അതിനോട് സംസാരിച്ചത്. മറ്റൊരു കാര്യം, ഈ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടാണല്ലോ ഇദ്ദേഹത്തെ ഈ കഴകം ജോലിയിൽ നിന്ന് ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയത്. ദേവസ്വം ബോർഡ് തന്നെയാണല്ലോ മാറ്റുന്നത്. ഇന്ന് ഈ കൂടൽമാണിക്യം ദേവസ്വം അതിന് ആ ക്ഷേത്രത്തിന് വേണ്ടി മാത്രം ഒരു ദേവസ്വം ബോർഡുണ്ട്. ആ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? തന്ത്രിമാരുടെ ഇതൊന്നും വിലപ്പോവില്ല എന്ന് പറയുന്നത്. കാരണം അത്രമാത്രം സാമൂഹികമായ സമ്മർദ്ദം ദേവസ്വം ബോർഡിന് മുമ്പിൽ വന്നു കഴിഞ്ഞു. ഞങ്ങൾ സമ്മതിക്കില്ല. വേണമെങ്കിൽ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ചെയർമാൻ തന്നെ ഇന്ന് മീഡിയയോട് പറഞ്ഞെന്താ, വേണമെങ്കിൽ തന്ത്രിമാരെ മാറ്റട്ടെ, ബാലു എന്ന യുവാവിനെ അല്ല മാറ്റേണ്ടതെന്ന് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ചെയർമാൻ പോലും പറയുന്നു. അപ്പോൾ അത് ഒരു കാരണവശാലും ഇന്നത്തെ കേരളത്തിൽ അത്തരം പിടിവാശികൾ, അത്തരം ജാതീയമായ വിവേചനം വിലപ്പോവില്ല എന്ന് മാത്രമല്ല, മനുഷ്യാവകാശ കമ്മീഷൻ പോലും കേസെടുത്തിട്ടുണ്ട്. അത് തിരുത്തേണ്ടത് ഈ കൂടൽമാണിക്യംകാർ തന്നെയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞതാണ് കാര്യം. അതായത് ഇതൊരു തരം സവർണ ഹുങ്കാണ്. ഈ സവർണ ഹുങ്കിന് മുമ്പിൽ മുട്ടുമടക്കില്ല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അങ്ങനെ തന്നെ, അത് നടപ്പാകാൻ പോകുന്ന ഒരു കാര്യമേ അല്ല. നിഷാദ്, ഇത് റിക്രൂട്ട്മെൻറ്റ് നടത്തിയ ദേവസ്വം ബോർഡാണെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ദേവസ്വം ബോർഡിന് ഇതിനകത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടോ? ദേവസ്വം ബോർഡാണല്ലോ ഇപ്പോൾ ഇതിനകത്ത് ഇയാളെ മാറ്റി നിർത്താനുള്ള തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ തന്ത്രിമാരുടെ താല്പര്യങ്ങൾക്കൊപ്പിച്ച് നമ്മളിതിനു മുമ്പുള്ള ഈ ക്ഷേത്രങ്ങളിലെ നിയമനങ്ങൾ, അതിലെ കീഴ്ജാതിക്കാരെന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർക്ക് നേരിട്ട ദുരനുഭവങ്ങൾ, അത് ദേവസ്വം ബോർഡിൻ്റെ പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ ചെട്ടിക്കുളങ്ങരയിലെ ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. അത് സുധി എന്നങ്ങാണ്ട് പറഞ്ഞ ഒരു നോൺ ബ്രാഹ്മൺ പൂജാരിയെ കീഴ്ശാന്തിയെ അവിടെ നിയമിക്കുന്നു. അയാളെ നിയമിക്കാൻ കഴിയില്ല. അബ്രാഹ്മണൻ പൂജ നടത്തിയാൽ ദേവീ കോപം ഉണ്ടാവുമെന്ന് പറഞ്ഞ് തന്ത്രിമാർ, ചില ആളുകൾ രംഗത്ത് വന്നു. വലിയ പ്രശ്നമായില്ലേ? അയാളുടെ നിയമനം ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു? ഹോൾഡ് ചെയ്തു. പിന്നെ അവസാനം അയാളെ നിയമിക്കേണ്ടി വന്നു. പക്ഷേ വലിയ പ്രശ്നമുണ്ടായി. അവിടുത്തെ സംഘപരിവാർ അനുകൂലമായ സംഘടന ഉണ്ടെന്നാണ് ശ്രീ ദേവി വിലാസം ഹിന്ദു വേദി എന്ന് മറ്റു പറഞ്ഞു. അവരൊക്കെ ഈ തന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. തന്ത്രിയാണ് അവസാനത്തെ വാക്ക്, ഇത്തരം ആളുകളെ നിയമിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ കേരളത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഈ അബ്രാഹ്മണനായ ആളെ പൂജാവിധികൾക്ക് നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട ഉണ്ടായ വലിയ സംഭവം അതായിരിക്കും. എന്നിട്ട് അയാൾക്ക് വധഭീഷണി ഉണ്ടായി, അയാൾ പോലീസിൽ കംപ്ലയിൻറ്റ് ഇന്നലെ ഉണ്ടായി. അപ്പോൾ അതിനുശേഷം പക്ഷേ അയാൾ അവിടെ നിയമിച്ചു. എന്താ പറയുക, ബഹിഷ്കരണം, എന്തൊക്കെയോ പുകലുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരളം വളരെ ആധുനികമായ ഒരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ള വലിയ പ്രയത്നത്തിലാണെന്ന് ഹൈന്ദവ സമുദായത്തിനകത്തെ ചില ആളുകൾ അവകാശപ്പെടുമ്പോൾ തന്നെ ജാതീയമായ അയിത്തചിന്തകളെ പൂർണ്ണതോതിൽ മാറ്റി നിർത്താൻ നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ പോലും ഈ പറയുന്ന ദുരഭിമാന കൊല പോലുള്ള സംഗതി ഉണ്ടാകുന്നത്. ഇഷ്ടമില്ലാത്ത ജാതിയിൽ നിന്ന് മകളെ വിവാഹം കഴിക്കുമെന്ന് പേടിച്ച് മകളെ കൊല്ലാൻ തയ്യാറാവുന്ന അച്ഛനുണ്ടാകുന്ന കേരളമാണ്. നമ്മൾ കേരളത്തെ ഒരുപാട് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കും. ശരിയാണ്, ആൻഡ് പുരോഗമന പ്രസ്ഥാനങ്ങൾ അവരുടെ സർക്കാർ കളിവിയൊക്കെ ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള റോൾ എടുക്കുന്നുണ്ട്. ആ സമ്മർദ്ദം ഒരർത്ഥത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നതും കാണേണ്ട കാര്യമാണ്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ കോട്ടയത്ത് 2017-ലോ 2018-ലോ ആണ് ഇതുപോലെ ഒരാൾ ഒരു ശാന്തിക്കാരൻ, അയാൾ അബ്രാഹ്മണനാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾക്കെതിരെ ശാരീരിക ആക്രമണം പോലും ഉണ്ടായി എന്ന ആക്ഷേപമുണ്ടായി. അയാളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു അത് വലിയ വാർത്തയായിരുന്നു. അങ്ങനെ കേരളത്തിൽ നമ്മൾ ഇതിൻ്റെ സമീപകാല ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അബ്രാഹ്മണരായ ആളുകൾ പൂജാകർമ്മങ്ങൾ നിർവഹിക്കാൻ വരുന്നത് പുതിയ കാലത്ത് ഒരു വിപ്ലവ പ്രവർത്തനമാണെന്നും എല്ലാവരെയും ഉൾക്കൊള്ളണം, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണെന്നൊക്കെയുള്ള വലിയ സിദ്ധാന്തം പറയുമ്പോഴും ബ്രാഹ്മണനല്ലാത്ത ഒരാളെ അംഗീകരിക്കാൻ കഴിയാത്ത പ്രശ്നം ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിക്കകത്തുണ്ട്. ആ സൊസൈറ്റിയോട് ചെറിയൊരു റിഫ്ലക്ഷനാണ് സുരേഷ് ഗോപി പറയുന്നത്. അടുത്ത ജന്മമെങ്കിലും എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം. അസൂയ ഉണ്ടെങ്കിൽ ഒറ്റ വിഭാഗത്തോടെ എനിക്കുള്ളൂ, അത് ഈ ബ്രാഹ്മണരോടാണ്. ഭഗവാന്റെ അടുത്ത് നിൽക്കാൻ അവർക്ക് കഴിയുമല്ലോ എന്ന് അദ്ദേഹം അത് പറയുന്നത് എവിടെ നിന്നാണെന്നറിയുമോ? ബ്രാഹ്മണർക്ക് അതിനുള്ള റൈറ്റ് ഉള്ളൂ എന്ന് ഉള്ളിൽ വിശ്വസിക്കുന്നുകൊണ്ടാണ്. പുറത്തിറങ്ങി അദ്ദേഹം ഹിന്ദു ഐക്യത്തെക്കുറിച്ചും എല്ലാവർക്കും എല്ലാം വേണമെന്ന് പറയും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എന്താണ്? അതിൻ്റെ അടുത്ത് നിൽക്കാനുള്ള അവകാശികൾ ബ്രാഹ്മണർ മാത്രമാണ്. അതുകൊണ്ട് ബ്രാഹ്മണനായി ജനിച്ചാലേ ഭഗവാന്റെ അടുത്ത് പോയി നിൽക്കാൻ കഴിയുന്ന ആ ബോധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിനകത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇദ്ദേഹം തന്ത്രിമാർ കഴകൻ ജോലിയിൽ ഈ ബാലു വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ അതിനനുസൃതമായ ഒരു തീരുമാനം ഉണ്ടായി, സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്നുവെച്ചാൽ സിസ്റ്റത്തെ ഇപ്പോഴും സമ്മർദ്ദത്തിലാക്കാണ്. ഒരുപക്ഷെ തീരുമാനം എടുപ്പിക്കാനും കഴിയും വിധത്തിലുള്ള ഒരു സമ്മർദ്ദശക്തിയായിട്ട് വരേണ്യ വിഭാഗം നിൽക്കുന്നുണ്ട് എന്ന ആശങ്ക കൂടി ഇവിടെയുണ്ട്. ശരിയാണ്, പൊതുവിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരികയും അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാനുള്ള സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട്. ഉണ്ടാവട്ടെ, ഇത്തരം ഒരു സമ്മർദ്ദത്തിന് മേലാൽ വഴങ്ങില്ല എന്ന കർശനമായ സന്ദേശം ഈ മനുഷ്യരെ തിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയണം. അതിന് ഒരു താമസവും ഉണ്ടായിക്കൂടാ എന്നാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടതാണിത്. നമ്മൾ പൂർണ്ണമായി ഇതിനെ മറികടന്ന് പോയിട്ടില്ല എന്ന സത്യം നമുക്ക് ബോധ്യപ്പെടാൻ ഇത്ര ഇൻസിഡൻസൊക്കെ നല്ലതാണ്.